Kerala and Karnataka, the glow of purity. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളി മണികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയുടെ പോലെ മടിയിൽ മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും പോലെ പള്ളി മണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലും അഴകോടെ ശോഭിതം. അതിന്റെ ഭാഗമായാണ് കാസർഗോഡ് താലൂക്കിലെ ലൈബ്രറിമാർക്കുള്ള, അതായത് ചെർക്കള, കുമ്പളാഞ്ച്, മൊഴിയാർ, കാസർഗോഡ്, ചെമ്മനാട് ഈ പഞ്ചായത്തുകളിലെ ലൈബ്രറിമാരുടെ ക്ലാസ്സാണ് നമ്മൾ നടത്തുന്നത്. ഇതിന് മുമ്പ് 2 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ മാസം 25, 26 തീയതികളിൽ കുട്ടമ്പുഴയിൽ വെച്ച് ലൈബ്രറിമാർക്കും സെക്രട്ടറിമാർക്കും നൽകിയുണ്ടായി. ഇനി ഒരു ക്ലാസ് കൂടി ബാക്കിയുള്ളത് അത് 8-ാം തീയതി ഇതേ സ്ഥലത്ത് വെച്ച് നടത്തും. അപ്പോൾ ഈ ക്ലാസ് എന്താണ് എന്നതിനെ സംബന്ധിച്ചും ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും. കാരണം ഇവിടെ പങ്കെടുക്കുന്ന ലൈബ്രറിമാരിൽ കുറെ വന്ന ലൈബ്രറിമാരുണ്ട്, കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരുണ്ട്, വ്യത്യസ്ത പ്രായത്തിലും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങളിലൊക്കെ വരുന്ന ലൈബ്രറിമാരുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ചരിത്രവും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾ കുറച്ചു പേർ മറ്റ് പഞ്ചായത്തുകളുടെയും അതുപോലെയുള്ള ചില വകുപ്പുകളുടെ കീഴിലാണുള്ളത്. ഞാൻ പറഞ്ഞത് നമ്മൾ കുറെ കാലമായി നമ്മുടെ ലൈബ്രറിയുടെ പുസ്തക വിതരണം, അതുപോലെ തന്നെ പുസ്തക സ്റ്റോക്ക്, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള പുതിയ സംവിധാനത്തിലേക്ക് മാറണം എന്നുള്ള കാഴ്ചപ്പാടില്ല. ആൾക്കാരെ മാനേജ്മെന്റിൽ പ്രാഗൽഭ്യമുള്ള ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിൽ കിലയിൽ വെച്ച് 2 ദിവസത്തെ ക്ലാസ് നടത്തിയുടെ ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയും അതിനുശേഷം തലശ്ശേരിയിൽ വെച്ച് വീണ്ടും ഒരു ക്ലാസ് കൊടുത്തതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ റിസോഴ്സ് പേഴ്സൺമാരായിട്ടുള്ള വിനോദ് കുമാർ അത് വേണ്ടത്ര വിജയിച്ചില്ല പലതുകൊണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ നമ്മൾ രൂപീകരിച്ച് അതിപ്പോ എല്ലാ ലൈബ്രറികളിലും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് പബ്ലിക് എന്നാണ് അതിന് ഷോർട്ട് ഫോം. പബ്ലിക് എന്നുള്ളത് അതിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ച ഒരു സംവിധാനമാണ്. ഒരു സാഹിത്യ സൃഷ്ടി എന്നുള്ളത് ഒരു മനുഷ്യന്റെ ചിന്താഗതിയുടെയും സങ്കല്പത്തിന്റെയും ഒക്കെ ഭാഗമാണെങ്കിൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പുതിയ കഥകളും കവിതകളും നോവലുകളും സാഹിത്യരംഗത്തെ വിവിധ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ കാലം മാറിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ പുതിയ സംവിധാനത്തിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കാലഘട്ടം നമ്മളെ പുറത്താക്കും. ഇതാണ് സംഭവിക്കുന്നത്. വായനക്കാരൻ ആ പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നവരും കൂടി നിങ്ങളായിരിക്കും. ആ ഒരു തൊഴിലേക്ക് ഞാൻ പറഞ്ഞു. തീർച്ചയായും പലരും അങ്ങനെയല്ല. അങ്ങനെ ആവണം. നിങ്ങൾ നോക്കൂ, നിങ്ങളൊന്ന് മാറി നോക്കൂ. ഇപ്പൊ ഇതിനു മുമ്പേയുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ സാഹിത്യ മത്സരങ്ങളിൽ ആ രീതിയിൽ മികവ് പ്രകടിപ്പിച്ച ലൈബ്രറിയന്മാരുണ്ടായിരുന്നു. രാജീജി ഗ്രന്ഥാലയത്തിലെ ലൈബ്രറി അങ്ങനെ അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ രാധാപാടകം എന്തോ എനിക്കറിയില്ല. രാധാപാടകം കുറച്ചും കൂടി ഒരു എഴുതുന്ന ഒരു ലൈബ്രറിയാണ്. വേറെ ആളുണ്ടാവായിരുന്നു. എന്റെ ശ്രദ്ധയില്ല. അവിടെ പറഞ്ഞു നിങ്ങളെല്ലാവരും ആ രീതിയിലുള്ള സാഹിത്യ ബന്ധം നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമവും കൂടി നടത്തും. അല്ലെങ്കിൽ നമ്മൾ വിധേയമായാൽ വളരെ ഒരു വരണ്ട ഒരു അന്തരീക്ഷമുണ്ട് എന്ന് ഇടക്കിടക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലൈബ്രറിയിലെ പലതും പറയുന്നത് കേൾക്കാമല്ലോ. നമ്മളെല്ലാം വിറ്റുകളാണ്. പല രീതിയിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് കേൾക്കുന്നുണ്ട്.
ആ ഒരു ഡ്രൈ ആയ അന്തരീക്ഷത്തിൽ നിന്ന് വളരെ ഫ്രഷായ വളരെ ജൈവികമായ നൈതികമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ ലൈബ്രറികളുടെ പ്രവർത്തനത്തിന്റെ അതുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുകളെല്ലാം മാറ്റിയെടുക്കാൻ ഒരു ചെറിയ മാറ്റത്തിലൂടെ നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇതിന്. ആ രീതിയിലുള്ള ഒരു മാറ്റത്തിന് ഈ ട്രെയിനിങ്ങും കൂടി ഒരു ഉപാധിയായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ ഞാൻ പ്രസിഡന്റ് എന്ന രീതിയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ട്രെയിനിങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന കൗൺസിൽ മെമ്പർ കിട്ടക്കാട് കരുണാകരനെ ക്ഷണിക്കുന്നു. ഈ ലൈബ്രറിമാരുടെയും സെക്രട്ടറിമാരുടെയും ഒരു പരിശീലന യോഗം നടത്തണമെന്ന് ആലോചിച്ച് 2 വർഷം വരും. ഈ 2 വർഷം നമുക്ക് നടത്താൻ പറ്റി. കഴിഞ്ഞ വർഷം നടത്താൻ തീരുമാനിക്കുമ്പോൾ ഏതാണ്ട് കഴിഞ്ഞ വർഷം അവസാനം ഈ പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും എന്നൊരു ഘട്ടമെത്തിയപ്പോൾ അതിനുശേഷം നടത്തിയാൽ മതി എന്നൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് കഴിഞ്ഞ വർഷം മാറ്റി വെച്ചത്. ഏതായാലും കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ ഈ പരിശീലന പരിപാടിക്ക് പോകുന്നു. മുമ്പ് ആലോചിച്ചത് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എഴുതുന്നതിനോടൊപ്പം ഇതും കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ആകെ നടത്തുന്ന 1 ദിവസം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ഇതിൽ മുഴുകി പരമാവധി ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഓരോ ലൈബ്രറിയും നിർത്തണമെന്നാണ് ആമുഖമായി പറയാനുള്ളത്. 6-8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തത് പലർക്കും അറിയാം, ഓഹ എന്നായിരുന്നു പേര്. 2 കാരണങ്ങൾ കൊണ്ട് അത് പ്രായോഗികമല്ലാതെ. അതിലൊന്ന്, അവർ ഇന്റർനാഷണൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ എന്ന നിലയിൽ പ്രായോഗികമായി കൈകാര്യം ചെയ്യുന്നതിൽ ചില പ്രയാസങ്ങൾ. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് പ്രയാസങ്ങൾ. രണ്ടാമത്തെ കാര്യം, സംസ്ഥാന തലത്തിൽ എല്ലാ ലൈബ്രറികളെയും കൗൺസിലിനെ ആകെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന നിലയിൽ മുമ്പ് ആലോചനയിൽ വന്നത്. ഒരു ഭഗീരഥ പ്രയത്നത്തിലൂടെയാണ് ഈ പുതിയ വെബ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ ലൈബ്രറികളെയും കൗൺസിലിനെയും സംസ്ഥാന തലത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയുന്ന സമഗ്രമായ ഒരു വെബ് ആപ്ലിക്കേഷനാണ്. പൂർണ്ണമായിട്ട് സജ്ജമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ലൈബ്രറിയിലെയും ഏതൊരംഗത്തിനും കേരളത്തിലെ ഏത് ലൈബ്രറിയിലെ ഏത് പുസ്തകവും ഏത് സമയത്തും സൗജന്യമായി അവരവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരവരുടെ ലൈബ്രറിയിൽ ഇരുന്ന് അത് മാറും. അതൊരു വിപ്ലവമാണ്. സത്യത്തിൽ ഓഹയിൽ അത് സാധ്യമാകുമായിരുന്നില്ല. 6ാം ലൈബ്രറി കൗൺസിൽ ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്നത് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെയാണ്. നിങ്ങളുടെ ലൈബ്രറിയുടെ വളർച്ചയിൽ ഓരോ ലൈബ്രറിയും നിങ്ങൾ ആ ലൈബ്രറിയുടെ ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്നതും ഇന്നത്തെ പരിശീലന പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംരംഭത്തിൻ്റെ തുടക്കത്തിലാണ്, പടവിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഈ ഒരു പരിശീലനം കൊണ്ട് തീരാൻ വേണ്ടി പോകുന്നില്ല. ഇത് മിക്കവാറും ഒരു 4, 5, 6 തവണയായി ഈ പരിശീലനം അടുത്ത ഒരു 6, 8, 10 വർഷങ്ങൾക്കിടയിൽ നടത്തേണ്ടി വരും. തുടക്കം എന്ന് എല്ലാവരും പറയാം, പുസ്തകങ്ങളുടെ സ്റ്റോക്ക് അപ്ലോഡ് ചെയ്യുക. തുടർന്ന് മെമ്പർമാരെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുക. ലൈബ്രറിയായി കേരളത്തിലെ ഓരോ ലൈബ്രറിയിലെയും ഓരോ അംഗത്തിനും അനുഭവവേദ്യമാകുന്ന നിലയിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഈ വസ്തുത
നമ്മുടെ മെമ്പർമാരിലേക്കും നമ്മുടെ നാട്ടിലെ ആളുകളിലേക്കും എത്തിപ്പെട്ടാൽ ഇന്നുള്ളതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ നിങ്ങളുടെ ലൈബ്രറി അംഗങ്ങളാകാൻ പോവുകയാണ്, വായനക്കാരായി മാറാൻ പോവുകയാണ്. അപ്പോൾ ആ വലിയ ചരിത്ര ദൗത്യത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾ ഓരോരുത്തരും സ്വയം സജ്ജരാകണമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ പരിശീലനം ബന്ധപ്പെട്ട് ധാരാളം സാങ്കേതിക പദങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക പ്രവൃത്തികളെല്ലാം ഉണ്ട്. ഒന്നുപോലും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ 11 മണി കഴിഞ്ഞാൽ വൈകുന്നേരം 5:30 മണി വരെയുള്ള സമയത്ത് അത് തന്നെയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും. നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന ദിവസം പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കുലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം. പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venas Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venas Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venas Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venas Trading and Services as your trusted partner in Qatar.
Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.